ഇന്റർഗലാറ്റിക് പോർട്ടല് നശിക്കപ്പെട്ട് കിടക്കുന്നത് കണ്ടിട്ട് ഒട്ടും സന്തോഷമില്ലാതെ നടന്നു പോകുന്ന നോർമൻ ഓസ്ബോൺ ആ കാഴ്ച കാണുകയാണ്. അതെ, ഇന്റർഗലാറ്റിക് പോർട്ടല് നശിക്കപ്പെടുന്നതിന് മുന്നേ ആ പോർട്ടലിൽ നിന്ന് ഓസ്കോർപ്പിലേക്ക് വീണ ആ ചെറിയ ഭാഗം സിംബിയോട്ടിനെ നോർമൻ ഓസ്ബോൺ കണ്ടെത്തിയിരിക്കുന്നു. ഇതേ സമയത്ത് ഹാരി ഓസ്ബോണിന്റെ ഏറ്റവും പുതിയ കമ്പനിയായ വെബിന്റെ ഇൻവിറ്റേഷൻ ആശ സ്വീകരിക്കുകയും അമേഡിയസ് ചോ ആ ഇൻവിറ്റേഷൻ നിരസിക്കുകയും ചെയ്യുന്നു. ഓസ്കോർപ്പിൽ ഇന്റേണായി വർക്ക് ചെയ്ത ജീൻ ഫോക്കൽട്ട് യഥാർത്ഥത്തിൽ ഒരു വിജിലാൻറ്റി ആയിരുന്നു. ജീൻ ഫോക്കൽട്ട് ഫിനസ് എന്ന വിജിലാൻറ്റി ആയിട്ടാണ് അറിയപ്പെടുന്നത്. അവൾ ഡെയർഡെവിളിന്റെ ശിഷ്യയും സൈഡ് കിക്കും ഒക്കെയാണ്. നോർമൻ ഓസ്ബോണിന്റെ രഹസ്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി ഡെയർഡെവിളിന്റെ നിർദ്ദേശപ്രകാരമാണ് ജീൻ ഫോക്കൽട്ട് ഓസ്കോർപ്പിൽ ഇന്റേണായി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഡെയർഡെവിളിന്റെ നിർദ്ദേശപ്രകാരം ജീൻ ഫോക്കൽട്ട് ഹാരി ഓസ്ബോണിന്റെ ഇൻവിറ്റേഷൻ സ്വീകരിക്കുന്നു. ജീൻ ഫോക്കൽട്ട് മാത്രമല്ല, ലോണി ലിങ്കൺ അഥവാ ടൂം സ്റ്റോണും ഹാരി ഓസ്ബോണിന്റെ ഇൻവിറ്റേഷൻ സ്വീകരിക്കുകയാണ്. ദ 110th സ്ട്രീറ്റ് ഗ്യാങ്ങിനെ ഇപ്പോൾ നയിക്കുന്നത് ലോണി ലിങ്കൺ ആണ്. ഇതേ സമയത്ത് നീക്കോ മിനോറു തന്റെ മാജിക്കൽ ആമുലറ്റിന്റെ സഹായത്തോടെ തന്റെ മരണപ്പെട്ടു പോയ അമ്മയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ജയിലിൽ അടയ്ക്കപ്പെട്ട ഓട്ടോ ഒക്ടേവിയസ് താൻ കിടക്കുന്ന സെല്ലിന്റെ ഭിത്തിയിൽ റോബോട്ടിക് ടെന്റക്കിൾസ് വരച്ചു വെക്കുകയാണ്. ഇതേ സമയത്ത് ആന്റി മെയ് പ്രിസണിൽ പോയി ഒരാളെ കാണുകയാണ്. അയാള് മറ്റാരുമല്ല, പീറ്റർ പാർക്കറിന്റെ അച്ഛനെയായിരുന്നു ആന്റി മെയ് പ്രിസണിൽ പോയി കണ്ടത്. ജീവിതം പഴയപടി ആയതോടെ പീറ്റർ പാർക്കർ അഥവാ സ്പൈഡർമാൻ നഗരത്തിലൂടെ വെബ്സിംഗ് ചെയ്തു പോകുന്നതോടെ സീസൺ 1 അവസാനിക്കുന്നു.